ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ, ശാസ്ത്രവിംഗ വ്ളോഗിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിലെ വിവിധ ടൗണുകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സൂക്ഷ്മമായി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ഈ വീഡിയോ ഉപകാരപ്പെടും, അത് തീർച്ചയാണ്. ഇപ്പോൾ പെരുമ്പാവൂരിൽ വന്നപ്പോൾ ഞാൻ താമസിച്ച PWD ഗസ്റ്റ് ഹൗസിൻ്റെ റൂം വിശേഷങ്ങളാണ്. വലിയ സ്യൂട്ട് റൂമാണിത്. ശരിക്കും ഒരു 2-3 ആളുകൾക്ക്, 3-4 പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന AC ഉണ്ട്. ഞാനിതെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമൽ നോൺ AC റൂം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എടുത്തതാണിത്. അല്ലെങ്കിൽ ശരിക്കും ഒരാൾക്കിത് ഇത്രയും വലിയ റൂമിൻ്റെ ആവശ്യമില്ല. ശരിക്കും പുറത്തുനിന്ന് നേരെ കയറുന്ന ഒരു സെൻട്രൽ ഹാളായിട്ട് തന്നെ 2 സോഫയുണ്ട്. ഒരു വലിയ സോഫയും 2 ചെറിയ സിംഗിൾ സോഫ 2 പിന്നെ ഇവിടെ ഒരു വർക്ക് ടേബിള് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടേബിള് 3 ചെയറുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, അതുപോലെ വാഷ് ഏരിയ. ഇത് നമുക്ക് മുഖം കഴുകാനും അതിനൊക്കെയുള്ള സൗകര്യമുള്ള ഒരു ഏരിയ ആണിത്. നല്ല സൗകര്യമുണ്ട്. ഇത് ഇവിടെ കബോർഡ്, ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു കബോർഡാണ്. വാഷ്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹീറ്ററുണ്ട്, ഗീസറുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം, ഗ്ലാസ് ഒന്നും പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല. എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ, ടൗണുകളിൽ ചെല്ലുന്നവർക്ക്, പോകുന്നവർക്ക്, എല്ലാ ടൗണുകളിലും, മിക്കവാറും ടൗണുകളിലെല്ലാം ഈ PWD റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല സൗകര്യമുള്ള റൂമുകൾ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. കൊടുക്കുന്നത് ഫിക്സഡ് റേറ്റാണ് എന്നുള്ള ഒരു സമാധാനവും കൂടി ഉണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനെ യാത്രകൾ പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗസ്റ്റ് ഹൗസുകൾ അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസുകൾ മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും പോകുന്നതിന് മുമ്പേ. അപ്പോൾ നമുക്കൊരു ചുരുങ്ങിയ ചിലവിൽ നല്ല റൂമുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇത് റിട്ടയർഡ് എംപ്ലോയീസ്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്കാർക്കാണെങ്കിൽ ഒരു 60% കൊടുത്താൽ 2000 വിലയുള്ള ഒരു റൂമിന് നമുക്ക് 1200 രൂപയ്ക്ക് കിട്ടും റിട്ടയർഡ് എംപ്ലോയീസിന്. ഈ ഒരു സൗകര്യം, ഇത് ഒരു വലിയൊരു കാര്യമാണ്. 2000 രൂപ വിലയുള്ള റൂം 1200 രൂപ കിട്ടുക, 800 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 600 രൂപയുള്ള റൂമാണെങ്കിൽ 636, 360 രൂപക്ക് കിട്ടും. അത് കേരള ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആണ് അതിനുള്ള ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടയർഡ് എംപ്ലോയീസ് ആരെങ്കിലും ഇതുപോലുള്ള യാത്രകൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അപ്പോൾ ഈ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ ചില കാര്യങ്ങൾ ചോദിക്കും. നമ്മളെ പെൻഷൻ നമ്പർ, PPO നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെച്ച്, പെൻഷൻ ബുക്കിൽ നിന്ന് കിട്ടുക നമുക്ക്. അപ്പോൾ അത് വെച്ച് നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാ ടൗണിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.